പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സേമിയ പായസം വെക്കുകയാണ്. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഇനി ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. സേമിയ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന്റെ നെയ്യാണ് ഒഴിക്കുന്നത്. ആദ്യം സേമിയ ഒന്ന് വരട്ടിയെടുക്കണം. സേമിയ നല്ല മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കുറച്ചുകൂടി ഒന്ന് ചെമന്ന് വരണം, എങ്കിലേ ഇത് കൊള്ളാവൂ. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് ഒരു ഇളക്കൊക്കെ ഇളക്കി അങ്ങോട്ട് മറിച്ച് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് കാരമല്ല കൂടി ഒഴിക്കാം. ശരിയായാന്ന് അറിഞ്ഞൂടാ അത് പറഞ്ഞത്. നമ്മള് മലയാളത്തിലെ പഞ്ചസാര എന്ന് പറയും, പായനി. അതും കൂടി ഇട്ട് ഒരു ഇളക്കി അങ്ങോട്ട് വെക്കണം. ആളും പോയി, ഇളക്കാനും ആളില്ല. പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാല് ഒഴിച്ച് ഒരു ചെറിയ ഇളക്കി വരണം. നെയ്യാറ്റിൻകരവാഴും കണ്ണാ നീ ഒരു നെയ് വിളക്കാകട്ടെ എന്റെ മുന്നിൽ, കണ്ണിനു കണ്ണായൊരുണ്ണിക്ക് തിരുമുമ്പിൽ കർപ്പൂരമാകട്ടെ എന്റെ ചന്തം. നെയ്യാറ്റിൻകരവാഴും കണ്ണാ നീയൊരു. കണ്ടില്ലേ, നമ്മൾ പാലൊക്കെ ഒഴിച്ച് സേമിയൊക്കെ ഇട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. നല്ല വൃത്തിയായിട്ട് തിളച്ചിട്ട് നമുക്ക് കാണാം. ഇതിന് കുറച്ച് ഏലക്കായും കൂടി അതിലിട്ട് കൊടുക്കുക. നല്ല മണവും ഗുണവും ഒക്കെ ഉണ്ടാവും ഏലക്കായ ഇടുമ്പോഴേ. അപ്പോഴേ കൊള്ളാവൂ. സൗണ്ട് അണ്ടിപ്പഴം മുന്തിരിങ്ങയൊക്കെ നല്ല രീതിയിൽ വറുത്ത് പോരണം. മൈക്ക് നേരത്തെ ഓഫായി പോയി, അതാണ് പറ്റിയത്. ഇട്ടത് കാണിക്കാൻ പറ്റാത്തത്. പായസം നല്ല രീതിയിൽ കണ്ട തിളച്ചത്, അടിപൊളിയായിട്ട് തിളച്ചത്. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തത് ഈ പായസത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കാടില്ലേ, നല്ല രീതിയിൽ നല്ല പുകയൊക്കെ കണ്ട. അങ്ങനെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. നീ ഇതൊന്ന് കുടിച്ചു നോക്കുമ്പോ അറിയാ എങ്ങനെ ഉണ്ടെന്ന്. എടുക്ക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ് ഉള്ളത്. അപ്പൊ സേമിയ പായസത്തിന്റെ വീഡിയോ അടിപൊളിയായിരിക്കും. അപ്പൊ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.